Hey students, നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? യെസ്, കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ എന്താണ് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റം, അതേപോലെ തന്നെ എന്താണ് പറഞ്ഞത് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്. യെസ്, ഇതിനടുത്ത് നമ്മൾ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റം. അതിൽ ഒന്നാമത്തത് ക്വാളിറ്റി അക്കൗണ്ടിങ് വർക്ക്. നല്ല അക്കൗണ്ടിങ് വർക്കിൽ ക്വാളിറ്റി എന്തായാലും ഇതിൽ കീപ്പ് ചെയ്യും. നല്ല ക്വാളിറ്റിയുള്ള വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതായത് ഓപ്പറേഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും. മാനുവൽ അക്കൗണ്ടിങ്ങിനെ അപേക്ഷിച്ചുകൊണ്ട് ഓപ്പറേഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും ഇതിലുണ്ടാവുക. നെക്സ്റ്റ്, സ്പീഡ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു കമ്പ്യൂട്ടേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡിൽ നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, റിലയബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു ആക്യുറേറ്റ് ഡാറ്റാസാണ് ഇതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിലയബിൾ ഡാറ്റാസ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ്, ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. ഓട്ടോമാറ്റിക്കലി സ്പീഡും ആക്യുറസിയും കൂടുന്നത് കൊണ്ട് തന്നെ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാം, വർക്കിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ് സ്റ്റാൻഡേർഡൈസേഷൻ. അത് സ്റ്റാൻഡേർഡ് ടൈപ്പ് വർക്കാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റും. നെക്സ്റ്റ്, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. അതായത് ഇൻഫർമേഷനിലെ മാറ്റങ്ങളൊക്കെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, നമുക്ക് വരുത്താൻ പറ്റും. നെക്സ്റ്റ്, ഓട്ടോമേറ്റഡ് ഡോക്യുമെൻറ്റ് പ്രൊഡക്ഷൻ. വളരെ പെട്ടെന്ന് ഡാറ്റാസിൻ്റെ ഡോക്യുമെൻ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ റിപ്പോർട്ട്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. ഡാറ്റാസ് എത്ര ഹെവി ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാനും എത്ര ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റത്തിന് സാധിക്കും. ഇത്രയാണ് അഡ്വാൻറ്റേജസ്. ഇനി അതേപോലെ തന്നെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസിലേക്ക് പോകാം. ഒന്നാമത് റിഡക്ഷൻ ഓഫ് മാൻ പവർ. അതായത് മാൻ പവർ പരമാവധി കുറച്ച് കളയുന്നുണ്ട്. അതായത് ഒരുപാട് ആളുകളുടെ ജോബ് ഇതിലൂടെ ഇല്ലാണ്ടാകും. സെക്കൻഡ്, ഹൈ കോസ്റ്റ്. ആസ് യു നോ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റം ആക്കണമെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സും ഫെസിലിറ്റീസും കുറേയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതലായിരിക്കും. നെക്സ്റ്റ്, റിക്വയർ സ്പെഷ്യൽ സ്കിൽസ്. അതായത് അത്യാവശ്യം സ്പെഷ്യൽ സ്കില്ലായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം ടീമിൻ്റെ ആവശ്യം നമുക്ക് ഇതിൽ ഉണ്ടാകും. നെക്സ്റ്റ്, സിസ്റ്റം ഡിപ്പെൻഡൻസി. അതായത് എല്ലാവർക്കും സിസ്റ്റം യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. സിസ്റ്റം ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കഴിയില്ല. നെക്സ്റ്റ്, ലെസ് സേഫ്. അതായത് ഫ്രീക്വൻറ്റ് റിപ്പയർ ആൻഡ് പവർ ഫെയിലിയറും റിപ്പയറൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഡാറ്റ സെക്യൂർഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആറാമത്തത്, ഇന്നബിലിറ്റി ടു ചെക്ക് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് ഇറേഴ്സ്. നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാത്ത ഇറേഴ്സിനൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ഇതിലൂടെ ചെക്ക് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് ട്രെയിനിങ്. അതായത് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു പുതിയ സിസ്റ്റമാണ്. ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ഒരുപാട് ചിലവുകളുണ്ടാകും. ഇതിൻ്റെ ട്രെയിനിങ് ഹെവിയാണ്. സ്റ്റാഫ് ഓപ്പോസിഷൻ. ഫസ്റ്റ് സ്റ്റാൻഡ് പറയുന്ന പോലെ തന്നെ ഒരുപാട് ആളുകൾ ജോബൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്യും, ഇതിനെതിരായിട്ടാണ് ഉണ്ടാവുക. അതായത് ഒരുപാട് സമരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ്, സിസ്റ്റം ഫെയിലിയർ. അതായത് സിസ്റ്റം ഫെയിലിയർ എന്നുള്ള പരീക്ഷകളൊക്കെ നമുക്ക് ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സ്ലോ ആയിട്ട് മാറും. നെക്സ്റ്റ്, ഇൽ എഫക്റ്റ് ഓൺ ഹെൽത്ത്. അതായത് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്കൊക്കെ എന്ത് ചെയ്യും, ഓരോരോ പ്രശ്നങ്ങൾ ഇതിലൂടെ ഉണ്ടാവും. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്, കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.